രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. ഒരിടത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസിയുടെ കീഴിൽ കുറേ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സന്യാസി തൻ്റെ ശിഷ്യന്മാരോട് എപ്പോഴും പറയും, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ദൈവമാണ്, ദൈവമല്ലാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അപ്പോൾ ഒരു ശിഷ്യൻ ചോദിക്കും, അപ്പോൾ സ്വാമി, ഈ ആനയും സിംഹവും കടുവയും പാമ്പും ഇതൊക്കെ ദൈവമാണോ? അപ്പോൾ സന്യാസി ചിരിച്ചിട്ട് പറഞ്ഞു, അതേ മകനെ, സിംഹവും ദൈവമാണ്, കടുവയും ദൈവമാണ്, വൃക്ഷങ്ങളും ദൈവമാണ്, സർപ്പവും ദൈവമാണ്. ദൈവത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് മകനെ സിംഹത്തിന് അലറാൻ കഴിയുന്നത്, മാൻപേടയ്ക്ക് ഓടാൻ കഴിയുന്നത്. അവർ ദൈവത്തിൻ്റെ അംശമുള്ളത് കൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അവൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ഒഴുകുന്ന നദികൾ ദൈവമാണോ? അപ്പോൾ പറഞ്ഞു, അതെ. പർവ്വതം ദൈവമാണോ? അപ്പോൾ സന്യാസി പറഞ്ഞു, അതേ മകനെ, അല്ലാതെ അത്രയും വലിയൊരു പർവ്വതം ആർക്കെങ്കിലും വെച്ച് കിളിപ്പിച്ചെടുക്കാൻ പറ്റുമോ മോനെ? ഇല്ല. അപ്പൊ ആ പർവ്വതം സ്വയം ഉണ്ടാകുന്നതാണ്, അതും ദൈവമാണ്. പ്രപഞ്ചത്തിലെ പർവ്വതം ദൈവമാണ്, കല്ല് ദൈവമാണ്, മണ്ണ് ദൈവമാണ്, അല്ലേ? അപ്പൊ സകലതും ദൈവമാണ്. ഇതാണ് ഹിന്ദുവിൻ്റെ കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഹിന്ദുക്കള് കല്ലിനെ പൂജിക്കും, മരത്തെ പൂജിക്കും, മനസ്സിലായില്ലേ, പാമ്പിനെ പൂജിക്കും. കാരണം ഇതെല്ലാം ദൈവമാണ്. ഇതാണ് ഹിന്ദുവിൻ്റെ കോൺസെപ്റ്റ്. അല്ല, നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഒരു കല്ലിനെ പൂജിക്കുകയല്ല. കാരണം ആ കല്ലെന്താ കുറഞ്ഞൊരു സാധനമാണോ? കല്ല് ദൈവമായതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? പൂജിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ സന്യാസിയുടെ ശിഷ്യന്മാരെല്ലാവരും കൂടെ കാട്ടിലേക്ക് പോയി, വിറക് ശേഖരിക്കാനായിട്ട് പോയി. അങ്ങനെ വിറക് ശേഖരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ആന മതമിളകി ഇങ്ങനെ പാഞ്ഞു വരികയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് മറ്റ് ശിഷ്യന്മാരെല്ലാവരും കൂടെ പറഞ്ഞു, ആനതോ മതമിളകി വരുന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാര് ചെതറി ഓടി. അപ്പൊ ഇവൻ വിചാരിച്ചു, ഇന്നറിയണം, ഗുരു പറഞ്ഞതിലെ സത്യം എന്തെന്ന് ഇന്ന് എനിക്കറിയണം. ഗുരു പറയുന്നത് ആന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആന ദൈവമാണ്, അവൻ എന്നെ ഒന്നും ചെയ്യരുതല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഇയാൾ അവിടെ തന്നെ കയ്യും കെട്ടി നിന്നു. കാരണം ദൈവത്തിന് ഉപദ്രവിക്കാൻ പറ്റുമോ? അപ്പോഴത്തേക്ക് എല്ലാവരും ഓടിക്കളഞ്ഞു. അപ്പൊ ആന തല കുലുക്കി വരുന്നു. ആനക്കാരൻ പറഞ്ഞത്, എന്ത് ഭ്രാന്താ കാണിക്കുന്നത്, മാറി നിൽക്ക്, വഴിയിൽ നിന്ന് മാറി നിൽക്ക്. അവൻ പറഞ്ഞു, ഞാനെന്തിനു മാറുന്നത്? ദൈവമാണ് എൻ്റെ നേർക്ക് വരുന്നത്, ദൈവം എങ്ങനെ എന്നെ ഉപദ്രവിക്കും? അപ്പൊ ആനക്കാരൻ പറഞ്ഞു, മാറി നിൽക്ക്, നിനക്ക് തലയ്ക്ക് സ്ഥിരതയില്ലേ, മതമിളകി വരികയാണ് ആന, മാറി നിൽക്കൂ. അവൻ പുഞ്ചിരിയോടുകൂടി നിന്നിട്ട് പറഞ്ഞു, ഈ ആന എന്നെ ഒന്നും ചെയ്യില്ല. ഈ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം ദൈവമാണെങ്കിൽ ഈ ആന എന്നെ ഉപദ്രവിക്കില്ല. ആന അടുത്തങ്ങോട്ട് വന്നു. അപ്പോഴും ഇവൻ കൈകൂപ്പിക്കൊണ്ട് നിന്നു, ദൈവമേ എന്നും പറഞ്ഞ്. ആനക്കാരെ അലറി വിളിച്ചു, മാറുടാ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആന തുമ്പിക്കൈ എടുത്ത് ഇവനെ അങ്ങ് ചുഴറ്റി അങ്ങോട്ട് എടുത്തിട്ടു ഒരൊറ്റയേറി പോയി. ചക്ക പത്തോന്ന് മരത്തിലിടിച്ച് നിലത്ത് വീണു. അപ്പോഴത്തേക്ക് ആന വീണ്ടും അവിടെ നിന്ന് മതമിളകി അങ്ങ് പോയി. ശിഷ്യന്മാർ ഓടി വന്നു, ഇവനെ താങ്ങിയെടുത്തു. അപ്പം ഗുരുവിനെ വിളിക്കാൻ ആള് പോയി. കുറെ കഴിഞ്ഞപ്പോൾ ഗുരുവായ സന്യാസി എത്തിയപ്പോൾ കൈയും കാലും എല്ലാം ഒടിഞ്ഞ് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അവന് എണീറ്റിരിക്കാൻ പോലും വയ്യ. ഗുരു ചോദിച്ചത്, എന്ത് പറ്റി? അപ്പൊ അവൻ പറഞ്ഞു, എന്തോന്ന് പറ്റായി, ഗുരു പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്തതാണ്. ഗുരു പറഞ്ഞ എന്താണ്? ഇവ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഗുരുവല്ലേ പറഞ്ഞത് ലോകത്തെല്ലാം ദൈവമാണെന്ന്. എന്നിട്ട് ആ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ നിന്നപ്പോൾ ദൈവം എന്നെ തൂക്കിയെടുത്ത ഒരൊറ്റ ആടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ മണ്ട, നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടില്ലേ ഈ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം ദൈവമാണെന്ന്? അങ്ങനെയാണെങ്കിൽ ആനയുടെ പുറത്തിരിക്കുന്ന ആനക്കാരനും ദൈവമില്ലടാ. ആനക്കാരൻ എന്ന ദൈവം നിന്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞടാ, മാറി നില്ല്, മാറി നില്ല്, മാറി നില്ലെന്ന്. ദൈവം പറഞ്ഞ വാക്ക് നീ എന്തുകൊണ്ട് കേട്ടില്ല? അപ്പോഴവൻ സ്തംഭിച്ചു പോയി. അപ്പൊ ഗുരു പറഞ്ഞു, മകനെ, ദൈവം എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ ഏത് കുഴിയിൽ ചെന്ന് ചാടുമ്പോഴും ദൈവം നിങ്ങളടുത്ത് സംസാരിക്കും. ഈ ദൈവത്തിൻ്റെ സംസാരത്തെയാണ് നമ്മൾ നിമിത്തശാസ്ത്രം എന്ന പേരിൽ പറയുന്നത്. ദൈവം സംസാരിക്കുന്നതാണ്. ഇപ്പം നിങ്ങളടുത്ത് ഒരുത്തൻ വന്ന് കുറേ പൈസ കടം ചോദിക്കുന്നു. ആ പൈസ കടം ചോദിക്കാനായിട്ട് നിങ്ങളടുത്ത് വരുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് കൊടുക്കാമെന്ന് വിചാരിച്ച് അകത്തേക്ക് പോകുമ്പോഴായിരിക്കും ഒരു പല്ലി വന്ന് തോളത്ത് വീഴുന്നത്. ദൈവത്തിന് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറയാൻ പറ്റില്ല. അപ്പം അത് മനസ്സിലാക്കിക്കൊള്ളണം, അത് കുഴപ്പമാണ്. അല്ലെങ്കിൽ പെട്ടെന്നൊരു പാൽകാരി വന്നങ്ങ് ഇഴഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽപ്പെട്ട് ഒരു കൊച്ചു ജീവി അങ്ങ് ചത്തുപോകുന്നത്. മനസ്സിലായില്ലേ? ഒന്ന്, ആ ജീവിക്ക് ചാവാൻ സമയമായി, കഴിഞ്ഞ ജന്മം ആരെയോ ചവിട്ടി കൊന്നവനാണ്, അവൻ അറിഞ്ഞ് തീരണം. രണ്ട്, നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരണം. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നടക്കുകയാണ്. അതല്ല, നിങ്ങൾ അങ്ങോട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഉടനെ നീര് മുക്കും. നിങ്ങൾക്ക് അതാണ്, ഒരു വഴിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഇന്ന ശകുനം കണ്ടാൽ പോകരുതെന്ന് പറയത്തില്ലേ? ദൈവം നിങ്ങളോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളാകട്ടെ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നമ്മളിൽ പലരും അത് അന്ധവിശ്വാസമെന്നും പറഞ്ഞങ്ങ് പൊക്കളയും. നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ഇന്ന ശകുനം കണ്ടാൽ പോകരുത്, ഇന്ന ശകുനം കണ്ടാൽ പോകണം. അപ്പൊ ദൈവം എപ്പോഴും നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം നിങ്ങളത് കേൾക്കാനുള്ള ചെവി കൊടുത്താൽ മാത്രം മതി. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹ.